ഹലോ ഗായ്സ്, വെൽക്കം ടു KL ട്രേഡേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്സും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്യാൻഡിൽ എന്നാണ്. അതായത് 3 ടൈപ്പ് ക്യാൻഡിൽസ് ആണ് ഉള്ളത്. 1 മൊമെൻറ്റം ക്യാൻഡിൽ, 2 റിജക്ഷൻ ക്യാൻഡിൽ, 3 ഇൻഡിസിഷൻ ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് മൊമെൻറ്റം ക്യാൻഡിൽസിലേക്ക് വരാം. ഇതാണ് മൊമെൻറ്റം ക്യാൻഡിൽ. അതായത് ഇത് ബൈ സൈഡ് മൊമെൻറ്റം ക്യാൻഡിൽ, ഇത് സെൽ സൈഡ് മൊമെൻറ്റം ക്യാൻഡിൽ. അതായത് ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബോഡി വലുതായിരിക്കും, വിക്ക് ചെറുതായിരിക്കും. അതായത് ബോഡി വലുതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോഡി എന്താണ്, വിക്ക് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ബോഡി വലുതായിരിക്കും, വിക്ക് ചെറുതായിരിക്കും. ഇതിനെ ബൈ സൈഡ് മൊമെൻറ്റം ക്യാൻഡിൽ എന്ന് പറയുന്നു. സെൽ സൈഡും അതേപോലെ തന്നെ ബോഡി വലുതായിരിക്കും, വിക്ക് ചെറുതായിരിക്കും. ഇതിനെ സെൽ സൈഡ് മൊമെൻറ്റം ക്യാൻഡിൽ എന്ന് പറയുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ റിജക്ഷൻ ക്യാൻഡിൽ. നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പിൽ തന്നെയുള്ള ബൈ സൈഡ് റിജക്ഷനും സെൽ സൈഡ് റിജക്ഷനും. ഈ ബൈ സൈഡ് റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ബോഡി സഞ്ചരിച്ച്, അതായത് നമ്മളെ ബോഡി ഇവിടം വരെ പോയിട്ടുണ്ടാവും. ഇതിന് ശേഷം ബയ്യേഴ്സ് നല്ല പ്രഷർ ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ബൈ സൈഡ് റിജക്ഷൻ ക്യാൻഡിൽ വരിക. അതായത് വിക്ക് ഒരു സൈഡിൽ കൂടുതലായിരിക്കും, ഈ സൈഡിൽ വിക്ക് കുറവായിരിക്കും, ഈ സൈഡിൽ വിക്ക് കൂടുതലായിരിക്കും. ബോഡി ചെറുതായിരിക്കും. ഒന്നുകൂടി ഷോർട്ടായി പറയണമെന്നുണ്ടെങ്കിൽ ബോഡി ചെറുതും വിക്ക് വലുതുമായിരിക്കും. അതിനെ റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറയുക. ബോഡി ചെറുതും വിക്ക് വലുതും, ഒരു സൈഡിലായിരിക്കും വിക്ക് കൂടുതലായി കാണാം. അതേമാതിരി സെൽ സൈഡും അതേപോലെ തന്നെ, അതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ബോഡി ഇതുവരെ പോയ ശേഷം സെല്ലേഴ്സ് നല്ല അവിടുന്ന് പ്രഷർ കൊടുക്കും. ഇവിടെ നല്ല സെല്ലേഴ്സ് പ്രഷർ കൊടുക്കും ഈ ഒരു ഭാഗത്തുനിന്ന്. ഇവിടുന്ന് ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിങ്ങനെ താന്ന് വരും, എന്നിട്ട് ക്ലോസ് ആവും. അങ്ങനെയാണ് സെൽ സൈഡ് റിജക്ഷൻ ക്യാൻഡിൽ വരിക. അതായത് ബോഡി ചെറുതും വിക്ക് വലുതുമായിരിക്കും ഒരു സൈഡിൽ. മൂന്നാമത് നമ്മൾ പറയുന്നത് ഇൻഡിസിഷൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഡോജി ക്യാൻഡിൽ. പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇൻഡിസിഷൻ ക്യാൻഡിൽ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് മനസ്സിലാവുക. ഇൻഡിസിഷൻ, നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതായത് മൊമെൻറ്റം ക്യാൻഡിൽ വലിയ ബോഡിയും ചെറിയ വിക്കും എന്ന് പറഞ്ഞു. ഇൻഡിസിഷനിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ബോഡിയും ഒരു സൈഡിൽ വലിയ വിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇത് ചെറിയ ബോഡിയും 2 സൈഡിൽ വിക്ക്, വലിയ വിക്കാണ്. സെല്ലിലും ബൈയിലും ആയാലും അത് ഒരേപോലെ തന്നെയാണ്. ചെറിയ ബോഡിയും വലിയ വിക്കും. ഇതിന് നമ്മൾ ഇൻഡിസിഷൻ ക്യാൻഡിൽസ് എന്നാണ് പറയുക. ഒന്നും കൂടി ഞാൻ പറയാം. മൊമെൻറ്റം ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ വലിയ ബോഡിയും ചെറിയ വിക്കും. റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ചെറിയ ബോഡിയും വലിയ വിക്കും. അതായത് ഒരു സൈഡിൽ വലിയ വിക്കായിരിക്കും. സെല്ലിലും ബൈയിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ. മൂന്നാമത് ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ചെറിയ ബോഡിയും വലിയ വിക്കും. അതായത് 2 സൈഡിലും വിക്ക് കൂടുതലായിരിക്കും. നമ്മളിതൊക്കെ ലൈവ് മാർക്കറ്റിൽ കാണിച്ച് തരുന്നതാണ് നിങ്ങൾക്ക്. നമ്മളിതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, അപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു, ജേണലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായി കാണാം. സീ യു ടുമാറോ.